നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ നിറവിൽ ഗുരുവായൂർ ഏകാദശി ദർശന പുണ്യം തേടി ക്ഷേത്രത്തിലേക്ക് എത്തിയത് പതിനായിരങ്ങൾ. ദശമി ദിവസമായ ഇന്നലെ തുടങ്ങിയ ഭക്തജന പ്രവാഹം ദ്വാദശി ദിവസമായ നാളെ രാവിലെ വരെ തുടരും. ഗുരുവായൂർ ചൊവ്വലൂർ പടിയിൽ സ്കൂട്ടറിലെത്തിയ അജ്ഞാതൻ ഹോട്ടലിന് നേരെ ഗുണ്ടെറിഞ്ഞു. ആദിലക്ഷ്മി ഹോട്ടലിന് നേരെ ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ വെള്ളം ലഭിക്കാതെ വിണ്ടുകീറി പാടശേഖരങ്ങൾ. തടയണയിലെ വെള്ളം ആശ്രയിച്ചിരുന്ന 200 ഏക്കർ നെൽകൃഷി ഉണക്കഭീഷണിയിൽ. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീ പിടിച്ചു. എക്സ്റേ റൂമിലുള്ള സ്റ്റെബിലൈസറിൽ നിന്ന് തീ പടരുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘമെത്തിയാണ് തീ അണച്ചത്. കുന്നുകുളം തൃശൂർ റോഡിൽ ആംബുലൻസും കാറുകളും കൂട്ടിയിടിച്ച അപകടം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:45 കുന്നുകുളം സൈമൺസ് കണ്ണാശുപത്രിക്ക് മുൻപിലാണ് അപകടമുണ്ടായത്. വാർത്തകൾ വിശദമായി. ഏകാദശി വ്രതശുദ്ധിയുടെ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പതിനായിരങ്ങളെത്തി. ദശമി ദിവസമായ ഇന്നലെ ആരംഭിച്ച ഭക്തജന പ്രവാഹം ദ്വാദശി ദിവസമായ നാളെ രാവിലെ വരെ തുടരും. ക്ഷേത്രത്തിൽ കഴിഞ്ഞ 30 ദിവസമായി നടന്നുവരുന്ന വിളക്കാഘോഷങ്ങൾക്ക് ഏകാദശിയോടെ പരിസമാപ്തിയാകും. ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെയാണ് ഏകാദശി ദിവസത്തെ വിളക്കാഘോഷം. രാവിലെ നടന്ന കാഴ്ചശീവേലിയിൽ കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. വിഷ്ണുവും ചെന്താമരാക്ഷനും പറ്റാനകളായി. തുടർന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനകളോടെ എഴുന്നള്ളിപ്പായിരുന്നു. പല്ലശ്ശന മുരളിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പിന് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വരവുമുണ്ടായിരുന്നു. ദശമി ദിവസമായ ഞായറാഴ്ച പുലർച്ചെ തുറന്ന ക്ഷേത്രനട ഇനി പൂജകൾക്കല്ലാതെ ചൊവ്വാഴ്ച രാവിലെ 8 വരെ അടക്കില്ല. തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷയ്ക്കുമായി കൂടുതൽ പോലീസിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും രഥം എഴുന്നള്ളിപ്പുണ്ടാകും. രാത്രി വിളക്കെഴുന്നള്ളിപ്പ് 11-ന് തുടങ്ങി വെളുപ്പിന് 2-നാണ് സമാപിക്കുക. ചൊവ്വാഴ്ച രാവിലെ ദ്വാദശി ഊട്ട് കഴിഞ്ഞ് ശുദ്ധിക്കു ശേഷം ഗോപുരവാതിൽ അടയ്ക്കും. പിന്നീട് വൈകിട്ട് 3:30-നു മാത്രമേ തുറക്കുകയുള്ളൂ. ക്ഷേത്രത്തിനകത്ത് ശീവേലി അടക്കമുള്ള എല്ലാ ചടങ്ങുകളും നടക്കും. ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് വിവാഹമടക്കമുള്ള ചടങ്ങുകൾ നടത്തില്ല. ദ്വാദശി ദിവസമായ നാളെ പുലർച്ചെ വേദജ്ഞർക്ക് ദക്ഷിണ നൽകി തുളസി തീർത്ഥം സേവിക്കുന്നതോടെയാണ് ഏകാദശി വ്രതം പൂർണ്ണമാകുക. ഗുരുവായൂർ ചൊവ്വലൂർ പടിയിൽ സ്കൂട്ടറിലെത്തിയ അജ്ഞാതൻ ഹോട്ടലിന് നേരെ ഗുണ്ടെറിഞ്ഞു. ചൊവ്വലൂർ പടി സെന്ററിലെ ആദിലക്ഷ്മി ഹോട്ടലിന് നേരെ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. സ്കൂട്ടറിലെത്തിയ യുവാവ് ഗുണ്ട് കത്തിച്ചെറിഞ്ഞ ശേഷം രക്ഷപ്പെട്ടു. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി വരികയായിരുന്ന കുട്ടിയുടെ ദേഹത്ത് തട്ടിയ ഗുണ്ട് തെറിച്ചുപോയി. ഗുണ്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീ പിടിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. എക്സ്റേ റൂമിലുള്ള സ്റ്റെബിലൈസറിൽ നിന്ന് തീ പടരുകയായിരുന്നു. മുറിയിലെ ഉപകരണങ്ങൾ കത്തി നശിച്ചു. ജനൽ ചില്ലുകൾക്കും ചുമരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സംഭവം നടക്കുന്ന സമയത്ത് മുറിയിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു. തീ പടർന്നത് കണ്ടതോടെ ഇവർ ഓടി ഇറങ്ങുകയായിരുന്നു. ഉടനെ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത്. ഞാൻ വന്ന് ലൈറ്റും ഫാനൊക്കെ ഓണാക്കി ഒരു 10-15 മിനിറ്റ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ ഇരിക്കുന്നത് എഴുതാൻ വേണ്ടി എടുത്തിട്ട് നോക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു. പിന്നെ പൊട്ടണ സൗണ്ട് കേട്ടു. ഞാൻ വിചാരിച്ചു ഇനി ആരെങ്കിലും വന്നിട്ട് അത് മെഷീൻസുകളൊക്കെ ഓണാക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ എണീറ്റിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ കറന്ന് നോക്കുമ്പോഴാണ് സ്റ്റെബിലൈസറിൻ്റെ തീ പാടണം കണ്ടപ്പോൾ സ്റ്റെബിലൈസറിൻ്റെ മുകളിലാണ് തീ പാടുന്നത്. അങ്ങനെ പെട്ടെന്ന് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് കിട്ടതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോയി. പിന്നെ ഞാൻ കാഷ്വാലിറ്റിയിൽ പോയി പറഞ്ഞു ഇങ്ങനെ അവിടെ കത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്നു നോക്കി. ഞങ്ങൾ വേഗം വന്ന് മെയിൻ സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ പുറത്തിരുന്നു. വേഗം ഒളിപ്പിച്ചിട്ട് പുറത്തിരുന്നിട്ട് നോക്കുമ്പോൾ പിന്നെയും അവിടെ നിന്ന് ഇങ്ങനെ പുകയും വരുന്നുണ്ട്, കറുത്ത പുകയും വരുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടാമതും വേഗം പോയി സിസ്റ്റർമാരോടൊക്കെ വിളിച്ച് എല്ലാവരും വന്നു. പിന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ച് ഫയർഫോഴ്സിനെ വിളിച്ച് ഇവിടെ എല്ലാ ആൾക്കാരെയും അറിയിച്ചു. എല്ലാവരും വന്നു. പിന്നെ അത് കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ വെള്ളം ലഭിക്കാതെ വിണ്ടുകീറി പാടശേഖരങ്ങൾ. തടയണയിലെ വെള്ളം ആശ്രയിച്ചിരുന്ന 200 ഏക്കർ നെൽകൃഷി ഉണക്കഭീഷണിയിലായി.
നട്ട് 2 ആഴ്ച പിന്നിട്ട നെൽച്ചെടികളാണ് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. കടവല്ലൂർ, ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള താഴാപ്പുറം പാടം, പുറ്റിങ്ങൽ പാടം, കാക്കശ്ശേരി പാടം എന്നീ പാടശേഖരങ്ങളിലെ കൃഷിക്ക് വെള്ളം ശേഖരിച്ചിരുന്ന മുട്ടിപ്പാലം തടയണയും പാലവും പുതിയത് നിർമ്മിക്കാൻ മാസങ്ങൾക്ക് മുൻപ് പൊളിച്ചുമാറ്റിയിരുന്നു. 2 കോടി രൂപ ചെലവിട്ട് മുട്ടിപ്പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജായി പുനർനിർമ്മിക്കുകയും തണത്തറ മുതൽ മുട്ടിപ്പാലം വരെയുള്ള 1.15 കിലോമീറ്റർ തോട് ആഴവും വീതിയും കൂട്ടി നവീകരിക്കുകയും ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടിയാണ് പാലവും തടയണയും പൊളിച്ചത്. എന്നാൽ തോട് വീതി കൂട്ടിയ ശേഷം പണി നിർത്തിവെച്ചു. മഴക്കാലം തീർന്നാൽ നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പണി തുടങ്ങാനുള്ള നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല. താൽക്കാലിക തടയണ നിർമ്മിക്കുമെന്ന വാഗ്ദാനമെല്ലാം പാഴായതോടെ പാടങ്ങളിൽ മുണ്ടകൻ കൃഷി ഇറക്കിയ കർഷകർ പ്രതിസന്ധിയിലായി. മഴയിൽ പെയ്ത വെള്ളമെല്ലാം തടയണയില്ലാത്തതിനാൽ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവശേഷിക്കുന്നതുകൂടി ഒലിച്ചു പോകുന്നതിന് മുൻപ് താൽക്കാലിക തടയണ നിർമ്മിച്ച് വെള്ളം കെട്ടിനിർത്തുകയാണ് കൃഷി രക്ഷിക്കാനുള്ള ഏക പോംവഴി. ചൂട് ശക്തമായതോടെ തോട്ടിലെ ഒഴുക്ക് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. തൽക്കാലം തടയണമെന്ന് തടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വെള്ളം കൊണ്ട് തടുത്ത് കഴിഞ്ഞപ്പോൾ മഴ ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല. ഇതേ അങ്ങനത്തെ കണ്ടീഷനപ്പോൾ നിൽക്കുന്നു. തലയണ തൽക്കാലമായി കെട്ടിയിട്ടില്ലെങ്കിൽ വെള്ളത്തിന് സ്ഥിതി വളരെ മോശമാവും. കൃഷിക്കാർക്കൊന്നും ബുദ്ധിമുട്ടാവും. മൊത്തം കൃഷി ഉണങ്ങി പോകുന്ന കണ്ടീഷനാണ്. കുന്നംകുളം തൃശൂർ റോഡിൽ ആംബുലൻസും കാറുകളും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:45 കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിക്ക് മുൻപിലായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് എടപ്പാളിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ അശ്രദ്ധമായി തിരിച്ചതോടെ ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് സമീപത്തെ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. രോഗി ഉണ്ടായിരുന്നതിനാൽ അപകടശേഷം ആംബുലൻസ് യാത്ര തുടർന്നു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. റോഡിന് കുറുകെ ചാടിയ നായയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോ എതിരെ വന്നിരുന്ന കാറിലിടിച്ച അപകടം. ഓട്ടോ ഡ്രൈവർ മുല്ലശ്ശേരി സ്വദേശി വാസന് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 പുന്നൂക്കാവ് സെന്ററിനടുത്ത് വാട്ടർ ടാങ്കിന് മുൻവശമാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻഭാഗം തകർന്നു. മേഖലയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവു നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ഓട്ടോറിക്ഷ പെട്ടെന്ന് നായ ക്രോസ് ചെയ്തപ്പോ ഓട്ടോറിക്ഷ മറിഞ്ഞു, കാർമേലേക്ക് മറിഞ്ഞു. അതുണ്ടായത് പെട്ടെന്നായ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടുവിട്ടത് അയാൾക്ക് ഡ്രൈവർക്ക് പരിക്കുണ്ട്. ശാന്തി ഹോസ്പിറ്റലിൽ. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. ചാവക്കാട് നഗരസഭയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടമാണ് നഗരസഭ 3-ാം വാർഡ്. ഇരു മുന്നണികളും കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമ്പോൾ BJPയും ഇത്തവണ ശക്തമായി രംഗത്തുണ്ട്. ഹാട്രിക് വിജയം കൈവരിക്കാൻ LDF ഇത്തവണ മുൻ കൗൺസിലറും CPM മുൻ ലോക്കൽ സെക്രട്ടറിയുമായ KH സലാമിനെയാണ് ഗോദയിൽ ഇറക്കിയിട്ടുള്ളത്. 3-ാം തവണയാണ് സലാം മത്സര രംഗത്തിറങ്ങുന്നത്. UDF-നായി മുൻ നഗരസഭാ കൗൺസിലറും UDF നിയോജക മണ്ഡലം കൺവീനറും കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റുമായ KV ഷാനവാസാണ് മത്സര രംഗത്തുള്ളത്. BJPക്കായി ശ്രീധരൻ കൂർക്കപ്പറമ്പിലാണ് മത്സരിക്കുന്നത്. 2005-ലും 2015-ലും കൗൺസിലറായിരുന്ന താൻ ഉൾപ്പെടെ LDF കൗൺസിലർമാർ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്നും അതിന്റെ തുടർച്ച ഉണ്ടാകുമെന്നും KH സലാം പറഞ്ഞു. ചാവക്കാട് നഗരസഭയുടെ 3-ാം വാർഡിൻ്റെ വികസനങ്ങളും ആ നിലയിൽ കഴിഞ്ഞ തുടർച്ചയായ 20 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് എണ്ണി പറയാൻ കഴിയുന്ന അനവധി പ്രവർത്തനങ്ങളാണ് നമുക്ക് 3-ാം വാർഡിനകത്ത് നടത്താനായിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ 30 വർഷക്കാലത്തെ എനിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ജനങ്ങൾ നൽകിയ ആത്മവിശ്വാസം എന്നിൽ വലിയ രീതിയിൽ കരുത്താർജിക്കുന്നുണ്ട്. അവർ നൽകുന്ന പിന്തുണയാണ് എന്നെ ഈ തിരഞ്ഞെടുപ്പിനെ വളരെ നിഷ്പ്രയാസമായി ഞാൻ ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. എന്നാൽ തുടർച്ചയായി LDF ഭരണവും LDF കൗൺസിലറും വാർഡിൽ ഉണ്ടായിട്ടും വാർഡിൽ കാര്യമായ വികസനമുണ്ടായില്ലെന്ന് UDF സ്ഥാനാർത്ഥി KV ഷാനവാസ് പറഞ്ഞു. ഡിസംബർ 11-ന് ചാവക്കാട് നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ
തിരുവത്ര നോർത്ത് 3-ാം വാർഡിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ഈ വാർഡിലെ 3 റൗണ്ട് പ്രചരണം പൂർത്തീകരിച്ചപ്പോൾ വളരെ തികച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ വാർഡൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ തിരുവത്ര 3-ാം വാർഡിൻ്റെ സമഗ്രമായ മാറ്റമാണ്. എനിക്ക് പ്രചരണത്തിനിടയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ അതാണ്. അതുകൊണ്ട് തീർച്ചയായും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ഈ മുന്നേറ്റത്തിൽ ഈ വാർഡിലെ ജനങ്ങൾ എന്നോടുകൂടെ ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും ഞാൻ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല. വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യമായ രീതിയിൽ നടക്കാത്തതുമൂലം തെരുവുനായ ഉൾപ്പെടെയുള്ളവയുടെ ശല്യം രൂക്ഷമാണെന്നും KV ഷാനവാസ് പറഞ്ഞു. 2010-ൽ 4-ാം വാർഡിൽ നിന്നും കൗൺസിലറായ ഷാനവാസ് 3-ാം തവണയാണ് മത്സരത്തിനായി ഇറങ്ങുന്നത്. 2020-ൽ 4-ാം വാർഡിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് യാഥാർത്ഥ്യമാകുമെന്നും KV ഷാനവാസ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന ജനവിധി 2025 തത്സമയ സംവാദത്തിൽ എരുമപ്പെട്ടി വടക്കേക്കാട് പഞ്ചായത്തുകളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. തിങ്കളാഴ്ച രാവിലെ 11:30 എരുമപ്പെട്ടി പഞ്ചായത്തിനെ സംബന്ധിച്ചാണ് ആദ്യ സംവാദം നടന്നത്. പഞ്ചായത്ത് അധ്യക്ഷനായിരുന്ന CPM-ലെ S. ബസന്തലാൽ ഭരണപക്ഷത്തിന് വേണ്ടിയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ MK ജോസ് പ്രതിപക്ഷത്തിന് വേണ്ടിയും ചർച്ചയിൽ പങ്കെടുത്തു. നടപ്പാക്കിയ വികസന പ്രവർത്തികളുടെ കരുത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് ബസന്തലാലും നാടിന് ഉപകാരമായതൊന്നും ചെയ്യാത്ത ഭരണസമിതിക്കെതിരെ ജനം വിധിയെഴുതി ഭരണം തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസിലെ MK ജോസും പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സംവാദത്തിൽ വടക്കേക്കാട് പഞ്ചായത്തിന്റെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. പഞ്ചായത്തിന്റെ സാരഥി കോൺഗ്രസ് നേതാവ് നബിൽ NMK ഭരണപക്ഷത്തിന് വേണ്ടിയും CPM പാർലമെന്ററി പാർട്ടി ലീഡർ രുക്മ്യ സുധീർ പ്രതിപക്ഷത്തിന് വേണ്ടിയും ചർച്ചയിൽ പങ്കെടുത്തു. വടക്കേക്കാടിന്റെ മണ്ണിൽ ഭരണ തുടർച്ച സുനിശ്ചിതമാണെന്നും സംസ്ഥാന സർക്കാരിന്റെയും MLAയുടെയും അവഗണനയുണ്ടെങ്കിലും ജനോപകാരപ്രദമായി നിരവധി വികസന പ്രവർത്തികൾ കാഴ്ചവെച്ചുവെന്ന് നബിൽ NMK പറഞ്ഞു. സർക്കാരിന്റെ വിവേചനം എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും തുടർച്ചയായ ഭരണം പഞ്ചായത്തിനെ വികസന മുരടിപ്പിലേക്ക് നയിച്ചുവെന്നും രുക്മ്യ സുധീർ പറഞ്ഞു. നാളെ രാവിലെ 11:30 ഗുരുവായൂർ നഗരസഭാ പ്രതിനിധികളും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കടങ്ങോട് പഞ്ചായത്തിന്റെ പ്രതിനിധികളും പങ്കെടുക്കുന്ന സംവാദം CCTV ന്യൂസ് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇനി ദേശചരിതം. സംസ്ഥാനത്ത് കടപ്പുറം എന്ന പേരിൽ ഒരു തദ്ദേശ സ്ഥാപനം മാത്രമേ ഉള്ളൂ. അത് ചാവക്കാടിനടുത്ത് ഏറെ പ്രസിദ്ധമായ മനോഹാരിത ഏറെയുള്ള കടപ്പുറമാണ്. രൂപീകരിച്ച കാലം മുതൽ ഇതേവരെ മുസ്ലിം ലീഗിന്റെ കരുത്തിൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ LDFന് പുറമെ BJPക്കും സ്വാധീനമുണ്ട്. പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് ചേറ്റുവ പുഴയും കിഴക്ക് കനോലി കനാലും വടക്ക് ചാവക്കാട് നഗരസഭയും അതിരിടുന്ന കടപ്പുറം പഞ്ചായത്ത് 1967-ലാണ് നിലവിൽ വന്നത്. ഒരുമനൂർ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന ഇവിടെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് കടപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പിറവി. 9.87 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള പഞ്ചായത്തിൽ 29,000-ആണ് ജനസംഖ്യ. മത്സ്യത്തൊഴിലാളികളും ബീഡി തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഉണ്ടായിരുന്ന പ്രദേശം ഗൾഫ് പണത്തിന്റെ സ്വാധീനത്തിലാണ് ഏറെ വികാസം പ്രാപിച്ചത്. ഏറെ വികസനമുണ്ടായെങ്കിലും ശുദ്ധജലക്ഷാമത്തിന് പൂർണ്ണമായും പരിഹാരമായിട്ടില്ല. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കടൽക്ഷോഭവും പ്രധാന പ്രശ്നമാണ്. പഞ്ചായത്ത് രൂപീകൃതമായതു മുതൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള UDF ആണ് ഭരണം നടത്തുന്നത്. 1.5 വർഷം കോൺഗ്രസുകാരനായ TK ഹുസൈൻ പഞ്ചായത്ത് പ്രസിഡന്റായതൊഴിച്ചാൽ മുസ്ലിം ലീഗുകാർ മാത്രമാണ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ളൂ. 16 വാർഡുകളുള്ള പഞ്ചായത്തിൽ UDF 10, LDF 4, BJP 2 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. മുസ്ലിം ലീഗിലെ ഹസീന താജുദ്ദീൻ ആയിരുന്നു കഴിഞ്ഞ ഭരണസമിതിയിലെ ആദ്യ സാരഥി. പിന്നീട് മുസ്ലിം ലീഗിലെ സ്വാലിഹ ഷൗക്കത്ത് പ്രസിഡന്റായി. 16 വാർഡുണ്ടായിരുന്ന പഞ്ചായത്തിൽ ഇപ്പോൾ വാർഡ് പുനർവിഭജനത്തെ തുടർന്ന് 18 വാർഡായി മാറിയിട്ടുണ്ട്. ഈ കാലയളവിൽ ഒട്ടേറെ വികസനം കൊണ്ടുവരാൻ സാധിച്ചെന്ന് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്ന സ്വാലിഹ ഷൗക്കത്ത് പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫേസ് 1, ഫേസ് 2 കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു.
അതുപോലെ തന്നെ 380 പേരാണ് നമുക്ക് തേർഡ് ഫേസിൽ നമുക്ക് ലൈഫിനായിട്ട് അപേക്ഷകർ ലഭിച്ചെങ്കിലും 283ഓളം പേരിൽ 93 പേര് മാത്രമാണ് അർഹരായിട്ടുള്ളത്. അതിൽ 40 പേരുടെ വീടുകൾ പൂർത്തീകരിക്കുകയും അതുപോലെ നമുക്ക് എഗ്രിമെൻ്റ് വെച്ചവരുടെ എല്ലാവർക്കും നമുക്ക് ആദ്യ ഗഡു കൊടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തനത് കുടിവെള്ള പദ്ധതികൾ ഒരുമനിയൂർ, അതുപോലെ തന്നെ കറുകമാട് നമ്മുടെ അഞ്ചങ്ങാടി സ്കൂൾ പരിസരത്ത് നിന്ന് നൽകുന്ന വെള്ളം, അതിന് പുറമേ ആയിട്ട് നമ്മളിപ്പോൾ 42 കോടിയുടെ ഒരു കുടിവെള്ള പദ്ധതി നമ്മുടെ ജലജീവനുമായി ബന്ധപ്പെട്ട് 10 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പണി അന്തിമഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ 99 കൊല്ലമായിട്ടും സ്വന്തമായിട്ട് സ്ഥലമോ കെട്ടിടമോ ഇല്ലാത്ത ഒരു സ്കൂളിന് സ്വന്തമായി സ്ഥലം കണ്ടെത്തി എന്നുള്ളത് ഈ ഭരണസമിതിയുടെ വലിയ നേട്ടമായി കൊണ്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അവിടെ 2 കോടിയുടെ നമ്മുടെ സ്കൂൾ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. അവിടേക്ക് വേണ്ട സ്കൂൾ ഫർണിച്ചർ, ഓഫീസ് ഫർണിച്ചർ മുതലായവ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കുട്ടികൾക്ക് പഠനത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. യുവജനങ്ങളുടെ പ്രധാന ആവശ്യമായിരുന്നു ഒരു കളിസ്ഥലം. അത് ഭരണസമിതി മുഖവിലേക്ക് എടുക്കുകയും അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ 50 ലക്ഷം രൂപ വകയിരുത്തി നമ്മളൊരു സ്ഥലം അതിൻ്റെ ആദ്യഘട്ട നടപടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 61 വർഷമായിട്ട് നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ കീഴിലാണ് കടപ്പുറം പഞ്ചായത്തിൻ്റെ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഭരണം എന്നും തുടർന്നുകൊണ്ടിരിക്കും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നാൽ തുടർച്ചയായ ഭരണം പഞ്ചായത്തിനെ വികസനത്തിൽ പുറകോട്ട് നയിച്ചുവെന്നാണ് LDF പറയുന്നത്. ഇപ്പോഴത്തെ ഭരണസമിതി സമ്പൂർണ്ണ പരാജയം തന്നെയാണ്. അത് വീണ്ടും വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. കാരണം അടുത്ത ദിവസങ്ങളിലായിട്ട് UDFൻ്റെ നേതൃത്വത്തിലൊരു വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് വികസന മുന്നേറ്റ ജാഥ എന്നല്ല പേര് കൊടുക്കേണ്ടത്, ഒരു കുമ്പസാര ജാഥ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കാലയളവുകളിൽ പ്രകടന പത്രികയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്തൊരു ഭരണസമിതി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കായിക പ്രതിഭകളും യുവജന ക്ലബ്ബുകളുമുള്ള ഈ പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് പഞ്ചായത്ത് പൂർണ്ണ പരാജയത്തിലാണ്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി, പുനർഗേഹം പദ്ധതി പ്രകാരം സർക്കാർ ഒരുപാട് ഫണ്ട് നൽകുന്നുണ്ടെങ്കിലും അതിനെ കൃത്യസമയത്ത് പൂർത്തീകരിക്കുന്നതിന് പഞ്ചായത്ത് പൂർണ്ണ പരാജയമാണ്. അതുപോലെ ഒരുപാട് വികസനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും പട്ടികജാതി ആളുകളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ഒരുപാടുള്ള ഈ പഞ്ചായത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കാൻ പഞ്ചായത്ത് പൂർണ്ണ പരാജയത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിമിറ്റോറിയം നിരന്തരം അത് കേടുപാടുകൾ സംഭവിച്ച് മരണപ്പെട്ട ആളുകളെ അടുത്ത പഞ്ചായത്തുകളിലേക്ക് പണം ചെലവാക്കി കൊണ്ടുപോകുന്നൊരു സാഹചര്യം, ഒരു വേദനാകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. അതുപോലെ സുനാമി, ഒരു 250ഓളം വീടുകൾ ഉള്ള ഒരു സുനാമി കോളനിയിൽ ഒരു മാലിന്യ സംസ്കരണത്തിനായിട്ട് ഒരു പദ്ധതിയും ഇന്നുവരെ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് റോഡുകൾ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് റോഡുകളുണ്ട്. അത് വളരെയധികം ശോചനാവസ്ഥയിലാണ്. ഒരുപാട് ആളുകൾ മദ്രസയിലും സ്കൂളുകളിലും അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്ന ഒരു ഏരിയകളാണുള്ളത്. പക്ഷേ എന്നിരുന്നാലും അതിനെ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് ആ ഒരു വർക്ക് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ പൂർണ്ണ പരാജയം തന്നെയാണ് ഈ ഒരു ഭരണസമിതിയുള്ളത്. കടപ്പുറം പഞ്ചായത്തിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് നടക്കുന്നതെന്നും ഇതിന് ബദലായി BJP മാറുമെന്നും BJP അംഗം പറയുന്നു. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന്റെ കൊടിയേറ്റം നടന്നു. രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. ഡിസംബർ 7-ാം തീയതിയാണ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. രാവിലെ 6:30 ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കാർമ്മികനായ ദിവ്യബലിക്ക് ശേഷം 9:30 നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് കപ്പുച്ചിനിലെ ഫാദർ റോജർ വാഴപ്പള്ളി മുഖ്യ കാർമ്മികനാകും. ചെമ്മണ്ണൂർ ഇടവക വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി തിരുനാൾ സന്ദേശം നൽകും. പിന്നീട് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണമുണ്ടാകും. തുടർന്ന് പാരിഷ് ഹാളിൽ ഊട്ടുസദ്യ നടക്കും. കൊടിയേറ്റത്തിന് കൺവീനർ AJ ജോൺസൺ, ട്രഷറർ KV ജോയ്, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, KV ജോയ്, MK റെജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഏരിയ കൂട്ടുങ്ങൽ യൂണിറ്റ് വാർഷിക കൺവെൻഷൻ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന കൺവെൻഷനിൽ പ്രസിഡന്റ് ദിവ്യ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലളിതാംബിക റിപ്പോർട്ടും ട്രഷറർ സുലോചന കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ശൈലജ രവീന്ദ്രൻ മേൽക്കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. CV മോഹനൻ, മുംതാസ്, സുനിത പ്രേമൻ എന്നിവർ സംസാരിച്ചു.
അടുപ്പുട്ടി സെന്റ് ജോർജ് പള്ളി സെന്റ് ജോർജ് യുവജന പ്രസ്ഥാനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സന്ധ്യ 2025 സംഘടിപ്പിച്ചു. ഓർമ്മകളുടെ വെളിച്ചം എന്ന പേരിൽ പള്ളിയങ്കണത്തിൽ നടത്തിയ 50 വയസ്സിന് മുകളിലുള്ളവരുടെ സായാഹ്ന സംഗമം കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OSC ഉദ്ഘാടനം ചെയ്തു. വികാരിയും പ്രസ്ഥാനം പ്രസിഡന്റുമായ ഫാദർ ഗീവർഗീസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നവീൻ സി ജോൺസൺ, ട്രഷറർ VB മജീഷ്, പ്രോഗ്രാം കൺവീനർ സിജി പ്രസാദ്, വൈസ് പ്രസിഡന്റ് പ്രിയ വിബി, ജോയിന്റ് സെക്രട്ടറി സിനി വിഷിൻ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായി. ഇടവക ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി K ബാബു ഇട്ടൂപ്പ്, ഭരണസമിതി അംഗങ്ങൾ, പ്രോഗ്രാം സഹായ കമ്മിറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രിസ്മസിനോടനുബന്ധിച്ച് മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ 15 അടി വലിപ്പത്തിലുള്ള നക്ഷത്രം പള്ളിയങ്കണത്തിൽ ഉയർത്തി. ആത്മീയ സംഘടനയായ മദ്ബഹ ശുശ്രൂഷക സംഘമാണ് നക്ഷത്രം ഒരുക്കിയത്. ഇടവക വികാരി ഫാദർ സക്കറിയ കൊള്ളനൂർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ കമ്മിറ്റി ചാവക്കാട് പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസന്ന രണദിവെ അധ്യക്ഷയായി. MP രാജലക്ഷ്മി, മഞ്ജുഷ സുരേഷ്, ജീന രാജീവ്, ഉമ്മു റഹ്മത്ത് എന്നിവർ സംസാരിച്ചു. പുന്നിയൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു ആലാപ്പാലം ആധുനിക വാതക ശ്മശാനം. സ്മൃതിപഥം പ്രവർത്തനം ആരംഭിച്ചു. 2025 ജനുവരി 10 നിർമ്മാണം ആരംഭിച്ച് നവംബർ 3 നിർമ്മാണം പൂർത്തീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നാടിനെ സമർപ്പിച്ചിരുന്നു. തുടർന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ സംസ്കാര പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല. 1.5 കോടി രൂപ ചെലവിലാണ് ആലാപ്പാലം വാതക ശ്മശാനം സ്മൃതിപഥം ജനങ്ങൾക്കായി തുറന്നു നൽകിയത്. ശ്മശാനം പ്രാവർത്തികമായതോടെ പ്രദേശവാസികൾക്ക് ആശ്വാസമായി. പുന്നിയൂർ പഞ്ചായത്ത് പരിധിയിലെ അതിദരിദ്രരുടെ ലിസ്റ്റിൽപ്പെട്ട കുടുംബങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ശ്മശാനത്തിന്റെ സേവനം. PK സുരേഷ് ബാബുവിനാണ് സ്മൃതിപഥം സംസ്കാര പ്രവർത്തനങ്ങളുടെ ചുമതല. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര മേൽശാന്തി അബിൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റി. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളം അകമ്പടിയായി. പ്രാദേശിക പൂരങ്ങൾ വൈകിട്ട് 5:30 മുതൽ ക്ഷേത്രപ്രദർശനം നടത്തി. തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട ചിറക്കൽ കാളിദാസൻ, തിരുമ്പടി ചന്ദ്രശേഖരൻ, ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ, കുന്നത്തൂർ രാമു, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങി 15 ഗജവീരന്മാർ അണിനിരന്നു. ഉണ്ണിനായരുടെ പ്രമാണത്തിലുള്ള പാണ്ഡിമേളം ഉണ്ടായി. തീർത്ഥം ആഘോഷ കമ്മിറ്റിയുടെ തെയ്യക്കാഴ്ചയും ഒരുക്കിയിരുന്നു. രാത്രി നടപ്പുര മേളവും അരങ്ങേറി. രാത്രി പൂരം ആവർത്തനത്തോടെ പൂരാഘോഷം സമാപിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KU രവി, സെക്രട്ടറി VV മുരളി, ട്രഷറർ VR രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്ര വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വിളക്കും അന്നദാനവും നടന്നു. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, ഭഗവതി സേവ, ഉച്ചയ്ക്കും രാവിലെയും അന്നദാനം എന്നിവയുണ്ടായി. വൈകിട്ട് 7 മണിക്ക് എരുമപ്പെട്ടി പഴവൂർ നവജ്യോതി വിളക്ക് യോഗത്തിന്റെ ഉടുക്കുപാട്ടും മാളികപ്പുറങ്ങളുടെ താലപ്പൊലിയോടുകൂടിയ എഴുന്നള്ളിപ്പ് കൊച്ചനൂർ കരിച്ചാൽക്കടവ് അയ്യപ്പൻകാവിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 9:30 ക്ഷേത്ര സന്നിധിയിലെത്തി. മണിഗ്രാമം ഭജനസമിതി ഗുരുവായൂർ ഇരങ്ങപ്പുറം നയിക്കുന്ന അയ്യപ്പ ഭജനയും ഉണ്ടായിരുന്നു. പാലക്കൊമ്പ് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം പുലിപ്പാട്ട്, പുലർച്ചെ വെട്ടുംതട, കനലാട്ടം എന്നിവയുണ്ടായി. വിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ P ജ്യോതിഷ്, K രമേശ്, സുരേഷ് ബാബു, പുഷ്പാകരൻ, സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിളക്ക് കമ്മിറ്റി ഭാരവാഹികളും സംബന്ധിച്ചു. താമരയൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവിളക്കും അന്നദാനവും നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. തുടർന്ന് ആൽക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആന, പഞ്ചവാദ്യം, നാദസ്വരം, കാവടി എന്നിവയോടെ പൂത്താലം എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. നിരവധി പേർ സദ്യയിൽ പങ്കെടുത്തു. വൈകിട്ട് 6 മണിക്ക് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും നാദസ്വരം, താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം പന്തലിൽ പാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടുംതട, തിരിയൊഴിച്ചിലോടുകൂടി വിളക്കിന് സമാപനമായി. ചിറമനേങ്ങാട് വാസുണ്ണിയും സംഘവുമായിരുന്നു വിളക്കുപാർട്ടി.
ചടങ്ങിൽ ദേശവിളക്കിന് 24 വർഷമായി വാദ്യവിസ്മയം തീർക്കുകയും പഞ്ചതായമ്പകയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത അനീഷ് നമ്പീശിനെ അയ്യപ്പസേവാ സംഘം ആദരിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി.കെ. വിജയൻ പൊന്നാടിയണിച്ച് മൊമെന്റോ നൽകിയാണ് ആദരിച്ചത്. അയ്യപ്പസേവാ സംഘം രക്ഷാധികാരി പി.എസ്. ശൈലേഷ്, പ്രസിഡന്റ് കെ.വി. ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി മുഴുവൻ വിളക്ക് പന്തലും 1200 മാളികപ്പുറങ്ങളുടെ താളം വരവും ചരിത്രമെഴുതി ഗിന്നസ് നേട്ടത്തിലേക്ക്. ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര സന്നിധിയിൽ ശനിയാഴ്ച നടന്ന 29ാമത് മുഴുവൻ വിളക്ക് ആഘോഷം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വിളക്കുപന്തൽ എന്ന പ്രത്യേകതയോടൊപ്പം 1200-ലധികം മാളികപ്പുറങ്ങൾ ഒരുമിച്ച് താളം ചൊരിയുന്ന താളം വരവും ചരിത്രമെഴുതി. ഏകദേശം 6000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പന്തലിനകത്ത് ഒരുക്കിയ ഭക്തിസാന്ദ്രമായ താളം വരവ് ഭക്തജനങ്ങൾക്ക് അതുല്യാനുഭവമായി. ദേശവിളക്കുകളിൽ 1200 മാളികപ്പുറങ്ങൾ ഒന്നിച്ചെത്തുന്നത് ചരിത്രമാണെന്ന് അകമല ശ്രീധരൻ ഗുരുസ്വാമിയുടെ ശിഷ്യൻ രഞ്ജിത്ത് അകമല CCTVയോട് പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പന്തൽ എന്ന് പറയാവുന്ന ഒരു പന്തൽ ഇത് തന്നെ ആയിരിക്കും. മുലയംപറമ്പത്തുകാവ് വിളക്കിൻ്റെ പന്തൽ തന്നെ ആയിരിക്കും. 1000-ഓളം താലങ്ങളാണ്, 1200 താലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 1200 താലം വരുന്നതും അപൂർവം ചില വിളക്കുകൾക്ക് മാത്രമേ ആയിരിക്കും. 1000-ൻ്റെ ചോടെ 500 മാക്സിമം 600 താലങ്ങളാണ് പുറത്തുള്ള വിളക്കുകൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ശബരിമല മാതൃക പുനർസൃഷ്ടിച്ച ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘം അകമലയുടെ നേതൃത്വത്തിൽ ശബരിമലയുടെ 7 ദിവ്യസന്നിധികൾ പന്തലിനകത്ത് ദൈവീയമായി പുനർസൃഷ്ടിച്ചു. പന്തലിൽ അയ്യപ്പക്ഷേത്രം, വാവർപ്പള്ളി, മാളികപ്പുറത്തമ്മ, കൊച്ചുകടുത്ത സ്വാമി, കരിമല ദേവത എന്നിവയും പുറത്ത് നാഗത്തറ, കന്നിമൂലയിൽ ഗണപതി ക്ഷേത്രം, കൊടിമരം, മതിൽക്കെട്ട്, പടിപ്പുര എന്നിവയും ഉൾപ്പെടുത്തി യഥാർത്ഥ ശബരിമല അന്തരീക്ഷം പുനർസൃഷ്ടിച്ചതോടെ ഭക്തർക്ക് വാതിലിലൂടെ കയറിയ നിമിഷം തന്നെ ദൈവികാനുഭവമായി. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ, ഗിന്നസ് ബുക്കിലൊന്ന് കയറണം എന്നുള്ള അഭിപ്രായത്തിൽ ഞങ്ങൾക്കുണ്ട്. ഈ 1000-ഓളം താലങ്ങളൊക്കെ ഉള്ള ഒരു അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുമെന്നുള്ള എനിക്ക് സംശയമാണ്. ഞങ്ങൾ ഗിന്നസ് ബുക്കിൽ സ്ഥലം പിടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഒരുക്കങ്ങൾ നടന്നത്. ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘം അകമലയുടെ നേതൃത്വത്തിൽ 35 ശാസ്താപാട്ടുകാരും 20 അമ്പലം പണിക്കാരും ചേർന്നാണ് വിളക്ക് പന്തലിനകത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. രഞ്ജിത്ത് അകമലയുടെ മുഖ്യ നിർദ്ദേശത്തിൽ ക്ഷേത്രങ്ങൾ ഭക്തിയുടെ ഉജ്ജ്വല സൃഷ്ടികളായി മാറി. വിളക്ക് ദിവസം രാവിലെ താളവാദ്യവും ഉടുക്കുപാട്ടും ചെണ്ടമേളവും അകമ്പടിയായ അയ്യപ്പനെ പ്രതീകാത്മക ക്ഷേത്രത്തിൽ കുടിയിരുത്തി. ഉച്ചയ്ക്ക് 3 മണിക്ക് ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ പ്രദക്ഷിണം നടത്തുന്ന പടപ്പുറപ്പാട് കൂവേശ്വര ക്ഷേത്രത്തിലേക്ക് പോയി. തുടർന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, ഗജവീരന്മാർ, പഞ്ചവാദ്യം, ചെണ്ടമേളം എന്നിവയുടെ താളത്തിൽ താളമെടുത്ത് 1200 മാളികപ്പുറങ്ങൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. പുലർച്ചെ കോതമംഗലം ശിവക്ഷേത്രത്തിൽ നിന്ന് പാലക്കുടം എഴുന്നള്ളിപ്പുണ്ടായി. തിരിയൊഴിച്ചൽ, വെട്ടും തടയും ഗുരുതി സമർപ്പണത്തോടെ സമാപനമായി. 3 ജില്ലകളിലായി നിന്നെത്തിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ആഘോഷം ഭക്തിസാന്ദ്രമായി. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടനാലിക്കര, സെക്രട്ടറി കെ ഭാസ്കരൻ, ട്രഷറർ ചന്ദ്രൻ, അമൃത എന്നിവരും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും നേതൃത്വം നൽകി. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആദരണീയം ചടങ്ങ് സംഘടിപ്പിച്ചു. ഇടവകയിൽ മുൻപ് സേവനം ചെയ്ത വികാരിമാർ, കൈക്കാരന്മാർ, മറ്റ് ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്നവർ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഫാദർ ജോസ് തത്രത്തിൽ, ഫാദർ ജോൺസൺ ഐനിക്കൽ, ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഫാദർ പോൾസൺ തട്ടിൽ, ഫാദർ സെബി ചിറ്റാട്ടുകര, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സമൂഹബലിയും തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായി. ഇടവക വികാരി ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ, കൺവീനർ സോജൻ ജോസ്, ജനറൽ കൺവീനർ TC ജോർജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏകാദശിക്ക് ഗുരുവായൂരിലെത്തിയ ഭക്തർക്കായി ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് സംഭാര വിതരണം നടത്തി. ലയൺസ് ഫെസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ സുരേഷ് കെ വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ ഗിൽബർട്ട് S. പാറമേൽ, സോൺ ചെയർമാൻ രാജേഷ് ജാക്ക്, സോൺ ലേഡി സ്വപ്ന ദേവലാൽ, ക്ലബ് സെക്രട്ടറി OT സൈമൺ, ഷൈജു, CD ജോൺസൺ, PR ബിജു, KB സലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 5000-ഓളം പേർക്ക് സംഭാരം നൽകി. ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രത്തിൽ ഗുരുപാദപുരി അയ്യപ്പ സ്വാമി സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ
തത്വമസി ഗൾഫ് കമ്മിറ്റി ദേശവിളക്ക് ഉത്സവവും അന്നദാനവും നടത്തി. രാവിലെ വിളക്ക് പന്തലിൽ ആശാ സുരേഷിനെ സോപാന സംഗീതാർച്ചനയുണ്ടായി. വൈകിട്ട് ബ്ലാങ്ങാട് കല്ലുങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഉടുക്കുപാട്ട്, ചിന്തുപാട്ട്, കാവടികൾ, നാദസ്വരം, പഞ്ചവാദ്യം, ആന, നാടൻ കലാരൂപങ്ങൾ, തുള്ളൽ, തങ്കരഥം തുടങ്ങിയവയുടെ അകമ്പടിയോടെ 500 പേരുടെ താളത്തോടു കൂടിയുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം ഭക്തിഗാനമേള, തുടർന്ന് തിരിയൊഴിച്ചൽ, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ട്, തട തുടങ്ങിയവ നടന്നു. ഉച്ചയ്ക്കും രാത്രിയിലുമായി 10,000 പേർക്ക് അന്നദാനം നടത്തി. തത്വമസി ഗൾഫ് ഭാരവാഹി NB ബിനീഷ് രാജ്, ഗുരുപാദപുരി അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി. പാറപ്പുറം കളപ്പുറത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം സതീശനും സംഘവും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. മണിഗ്രാമം ഇരങ്ങപ്പുറം ഭജന സംഘത്തിന്റെ ഭജനയും ഉണ്ടായി. തുടർന്ന് അന്നദാനം നടന്നു. കടവലൂർ വട്ടമാവ് വിളക്ക് കമ്മിറ്റിയുടെ ഗംഭീര ദേശവിളക്കും അന്നദാനവും ചൊവ്വാഴ്ച നടക്കും. വൈകിട്ട് 5 മണിക്ക് കൊരട്ടിക്കര ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് താലമേന്തിയ മാളികപ്പുറങ്ങളുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. പിന്നീട് പന്തലിൽ പാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ട്, തട, തിരിയൊഴിച്ചൽ എന്നിവ ഉണ്ടാകും. അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. വിപണി. കടങ്ങോട് പഞ്ചായത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമായ CPE വീൽസ് വെള്ളറക്കാട് മനപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇനി സൈക്കിളിന്റെ വിലയിൽ 5 വർഷത്തെ വാറണ്ടിയോടെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാം. രജിസ്ട്രേഷനും ഓടിക്കുവാൻ ലൈസൻസും ആവശ്യമില്ലാത്ത മനോഹരമായ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ശേഖരമാണ് CPE വീൽസ് മാർജിൻ ഫ്രീ EV ഷോപ്പിൽ ഒരുക്കിയിട്ടുള്ളത്. ടെസ് എന്ന പ്രമുഖ കമ്പനിയുടെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ഡീലർ ഷോപ്പാണ് CPE വീൽസ്. ടെസ് 500, ടെസ് പ്രൈം, ടെസ് പവർ പ്ലസ് എന്നീ മോഡലുകളാണ് ഷോറൂമിലുള്ളത്. ഓഫർ പ്രൈസ് 56,000 രൂപ മുതൽ ആരംഭിക്കുന്നു. 20,000 രൂപയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഡിസ്കൗണ്ടും എക്സ്ചേഞ്ച് ഓഫറും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ 100% ലോണും സൗജന്യമായി ഹെൽമറ്റും ആക്സസറീസും ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ ടെസ് മാക്സ് എന്ന സ്കൂട്ടറും ഡ്യൂട്ട് സൂപ്പർ ബൈക്കും ആവശ്യക്കാർക്ക് കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കും. പ്രൊപ്രൈറ്റർ പിന്റോ പോളിന്റെ മാതാപിതാക്കളായ പോൾ ചാലിശ്ശേരിയും ഗ്രേസി പോളും ചേർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. D4 ഡാൻസ് ഫെയും സുഹൈദ് കുക്കുവും ദീപയും പിന്റോ പോളും ചേർന്ന് സ്കൂട്ടറിന്റെ പേപ്പറുകൾ കൈമാറി. എല്ലാ ഇലക്ട്രിക് ബൈക്കുകളുടെയും സർവീസ് CPE വീൽസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 9188721024. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,960 രൂപ, സ്വർണം പവന് 95,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 185 രൂപ. ചർമ്മം പഞ്ചവടിയിൽ താമസിക്കുന്ന ആച്ചപ്പുള്ളി കുഞ്ഞുമോൻ ഭാര്യ സുലോചന നിര്യാതയായി. 60 വയസ്സായിരുന്നു. സംസ്കാരം പുന്നയൂർ ആധുനിക വാതക ശ്മശാനത്തിൽ നടന്നു. സിജി, വിജി, വിഷ്ണു എന്നിവർ മക്കളാണ്. പോർക്കുളം പൂവത്തൂർ കുഞ്ഞുകുട്ടൻ നിര്യാതനായി. 98 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. അമ്മുവാണ് ഭാര്യ. മോഹനൻ, ചന്ദ്രൻ, പുഷ്പവല്ലി, രാജൻ, സത്യൻ, അനിൽകുമാർ, രമേശ് എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് ആൽത്തറപ്പറമ്പിൽ പീടികയിൽ പരേതനായ മുഹമ്മദ് അലി ഭാര്യ മറിയക്കുട്ടി നിര്യാതയായി. 69 വയസ്സായിരുന്നു. കബറടക്കം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദിൽ നടക്കും. സുമയ്യ, നസീമ, ഫൈസൽ, ഫാറൂഖ്, അസ്മ, യാസ്മിൻ എന്നിവർ മക്കളാണ്. ചാവക്കാട് ഓവുങ്ങൽ പള്ളിക്ക് സമീപം പാട്ടത്തിൽ ബാലകൃഷ്ണൻ നായർ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ട് ശ്മശാനത്തിൽ നടക്കും. 50 വർഷത്തോളം ചാവക്കാട് താലൂക്ക് ആശുപത്രി റോഡ് ജംഗ്ഷനിൽ വനിതാ ഹോട്ടൽ നടത്തിയിരുന്നു. മിജേഷ്, മേഘ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വ്രതശുദ്ധിയുടെ നിറവിൽ ഗുരുവായൂർ ഏകാദശി. ദർശന പുണ്യം തേടി ക്ഷേത്രത്തിലേക്ക് എത്തിയത് 10,000-ങ്ങൾ. ദശമി ദിവസമായ ഇന്നലെ തുടങ്ങിയ ഭക്തജന പ്രവാഹം ദ്വാദശി ദിവസമായ നാളെ രാവിലെ വരെ തുടരും.
ഗുരുവായൂർ ചൊവ്വലൂർ പടിയിൽ സ്കൂട്ടറിലെത്തിയ അജ്ഞാതൻ ഹോട്ടലിന് നേരെ ഗുണ്ടെറിഞ്ഞു. ആദിലക്ഷ്മി ഹോട്ടലിന് നേരെയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ ആക്രമണമുണ്ടായത്. കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ വെള്ളം ലഭിക്കാതെ വിണ്ടുകീറി പാടശേഖരങ്ങൾ. തടയണയിലെ വെള്ളം ആശ്രയിച്ചിരുന്ന 200 ഏക്കർ നെൽകൃഷി ഉണക്ക ഭീഷണിയിൽ. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീ പിടിച്ചു. എക്സ്റേ റൂമിലുള്ള സ്റ്റെബിലൈസറിൽ നിന്ന് തീ പടരുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത്. കുന്നംകുളത്ത് ആംബുലൻസും കാറുകളും കൂട്ടിയിടിച്ച അപകടം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:45 കുന്നംകുളം തൃശൂർ റോഡിലായിരുന്നു അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.